അതും വൃത്തിയായിട്ട് യോജിപ്പിക്കാം. മട്ടണ ഇന്ന് നാടൻ രീതിയിലൊന്ന് കറി വെച്ചെടുക്കാം. അതിലോട്ട് മുളക് ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഓയിലൊന്നും ഒഴിക്കാതെ ഇത് നമുക്ക് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓയിലിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് വറുത്ത് എല്ലാം സെറ്റാക്കി നമുക്കങ്ങ് വെക്കുക. ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കണം, വെളുത്തുള്ളി ചതച്ചതിട്ട്, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം. ഇച്ചിരി പഴുത്തതായിരുന്നു കേട്ടോ. ചെറിയ ചുവന്നുള്ളി ചതച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം, പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇന്ന് മാങ്ങ ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ച മാങ്ങ അരിഞ്ഞിട്ട് നമ്മൾ മട്ടൻ കറി വെക്കുമ്പോൾ. ഓക്കെ, അതും ഇട്ടൊന്ന് മൂപ്പിക്കാം. അതിൻ്റെ കുരുമുളക് ചതച്ചിട്ട് കൊടുക്കണം. മൂപ്പിച്ച് വെച്ചേക്കുന്ന മുളകും മല്ലിയും മഞ്ഞളും ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഞാനത് മഞ്ഞളൊക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. വേവനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ കേൾക്കുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതേ പച്ച മാങ്ങയൊക്കെ ഇട്ട് നാടൻ ടേസ്റ്റിലുള്ള ഒരു മട്ടൻ കറി. ഇനി നമുക്ക് സെർവിങ് ബൗളിലോട്ടൊന്ന് വിളമ്പാം. കുറച്ച് പുതിനാല ഇട്ട് കൊടുക്കണം. നാടൻ ടേസ്റ്റിൽ റെഡിയാക്കിയെടുത്ത മട്ടൻ കറി, പച്ച മാങ്ങയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത മട്ടൻ കറി, നാടൻ മട്ടൻ കറി.